നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വലിയ വിഷയങ്ങളെ സിമ്പിളായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന നമ്മുടെ ഈ ഒരു വിശദീകരണത്തിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രിയേറ്റിവിറ്റിയെ നിയന്ത്രിക്കുന്ന ചില കാണാച്ചിരടുകളെക്കുറിച്ചാണ്. അതെ, കോപ്പിറൈറ്റ് അഥവാ പകർപ്പവകാശം. നമുക്കൊരു സിമ്പിൾ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഒരു കലാകാരന്റെ ഒരു സൃഷ്ടി, ഇപ്പോൾ ഒരു പാട്ടോ സിനിമയോ പുസ്തകമോ ആകട്ടെ, അത് അവരുടെ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് കോപ്പിയടിക്കാൻ പറ്റുമോ? അതിനെന്താ ഒരു സംരക്ഷണം? ആ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതെ, ആ സംരക്ഷണത്തിന്റെ പേരാണ് കോപ്പിറൈറ്റ്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു എഴുത്തുകാരനോ സംഗീതജ്ഞനോ ആരുമാകട്ടെ, അവർ സ്വന്തമായി ഉണ്ടാക്കിയ ഒന്നിനും മുകളിൽ കിട്ടുന്ന ഒരു നിയമപരമായ അവകാശമില്ലേ, അതാണ് കോപ്പിറൈറ്റ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതിൽ കുറച്ച് രസകരമായ കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ഈ സംരക്ഷണം ഓട്ടോമാറ്റിക്കാണ്. അതായത് നിങ്ങളൊരു സാധനം ഉണ്ടാക്കിയാൽ അപ്പോൾ തന്നെ കോപ്പിറൈറ്റ് കിട്ടി. പിന്നെ ഇത് നിങ്ങളുടെ തലയിലുള്ള ഐഡിയയല്ല സംരക്ഷിക്കുന്നത്, മറിച്ച് ആ ഐഡിയ നിങ്ങൾ എങ്ങനെ പ്രകടിപ്പിച്ചു എന്നതിനെയാണ്. അതൊരു പ്രധാന പോയിന്റാണ്. പിന്നെ ഈ അവകാശം ജീവിതകാലം മുഴുവനൊന്നുമില്ല, അതിനൊരു കാലാവധിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഈ കോപ്പിറൈറ്റ് എന്ന ആശയം എവിടെ നിന്നാണ് വന്നത്? ഇതിനൊരു ചരിത്രമില്ലേ? ഉണ്ട്. നമുക്കതിന്റെ ചരിത്രത്തിലേക്ക് ചെറുതായി ഒന്ന് പോയി നോക്കാം. ഇതിന്റെയൊക്കെ തുടക്കം ഒരു ടെക്നോളജിയിൽ നിന്നായിരുന്നു. പ്രിന്റിംഗ് പ്രസ്, അതായത് അച്ചടിയന്ത്രം. അന്ന് തുടങ്ങിയതാണ് ഈ കോപ്പിയടിയുടെ പ്രശ്നങ്ങൾ. പിന്നീട് നൂറ്റാണ്ടുകൾക്കിപ്പുറം സിനിമ വന്നപ്പോഴും ഫോട്ടോകൾ വന്നപ്പോഴും പിന്നെ ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ സോഫ്റ്റ്വെയറും ഇന്റർനെറ്റും ഒക്കെ വന്നപ്പോഴും ഈ നിയമം അതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവം സ്റ്റാറ്റ്യൂട്ട് ഓഫ് ആൻ എന്ന നിയമമാണ്. അതൊരു വിപ്ലവം തന്നെയായിരുന്നു. കാരണം ആദ്യമായിട്ട് ഒരു സൃഷ്ടിയുടെ ഉടമസ്ഥാവകാശം പ്രിന്റർക്ക് പകരം അതിന്റെ സ്രഷ്ടാവിന്, അതായത് എഴുത്തുകാരന് തന്നെ കൊടുത്തു. അതോടെ പവർ മുഴുവൻ ക്രിയേറ്റേഴ്സിന്റെ കയ്യിലായി. പക്ഷേ ഈ നിയമങ്ങളൊന്നും ഒരു രാജ്യത്തു മാത്രമായി ഒതുങ്ങി നിന്നില്ലാട്ടോ. ഇത് പതിയെ ഒരു ഗ്ലോബൽ സംസാര വിഷയമായി മാറി. അങ്ങനെയാണ് പല അന്താരാഷ്ട്ര കരാറുകളും ഉടമ്പടികളുമൊക്കെ വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടവയാണ് ബേൺ കൺവേർഷനും ട്രിപ്സ് അഗ്രിമെന്റുമൊക്കെ. ഇതൊക്കെ വന്നതോടെ ലോകം മുഴുവൻ ഒരു പൊതു നിയമം പോലെയായി. അതായത് ഇന്ത്യയിലുള്ളൊരു എഴുത്തുകാരന്റെ പുസ്തകം അമേരിക്കയിൽ കോപ്പിയടിച്ചാലും സംരക്ഷണം കിട്ടും എന്നൊരു അവസ്ഥ വന്നു. ശരി, അപ്പോൾ ലോകകാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വരാം. ഇന്ത്യയിൽ എന്താണ് അവസ്ഥ? നമ്മുടെ നിയമം എന്താണ് പറയുന്നത്? നമുക്ക് 1957 ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്ടിനെക്കുറിച്ച് നോക്കാം. നമ്മുടെ നിയമം വളരെ ക്ലിയറാണ്. ഒരു പുസ്തകം, പാട്ട്, സിനിമ, സോഫ്റ്റ്വെയർ കോഡ്, ഫോട്ടോ, എന്തിനേറെ പറഞ്ഞു ഒരു ബ്ലോഗ് പോസ്റ്റ് വരെ ഇതിന്റെ പരിധിയിൽ വരും. പക്ഷേ ഒരു ഐഡിയയെ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു സത്യം, ഒരു വസ്തുത, അതൊന്നും ഇതിന്റെ കീഴിൽ വരില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ സംരക്ഷണത്തിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. സാധാരണയായി ഒരു പുസ്തകമോ പാട്ടോ ഒക്കെയാണെങ്കിൽ അതുണ്ടാക്കിയ ആളുടെ ജീവിതകാലം മുഴുവനും പിന്നെ മരിച്ചു കഴിഞ്ഞ 60 വർഷം വരെയും ഈ കോപ്പിറൈറ്റ് നിലനിൽക്കും. സിനിമകൾക്കും സൗണ്ട് റെക്കോർഡിങ്ങുകൾക്കുമൊക്കെ പ്രസിദ്ധീകരിച്ചതു മുതൽ 60 വർഷമാണ് കാലാവധി. അപ്പോൾ ഈ 60 വർഷം കഴിഞ്ഞാലോ? അതിനുശേഷമാണ് ആ സൃഷ്ടി പബ്ലിക് ഡൊമെയിൻ അഥവാ പൊതുസഞ്ചയത്തിലേക്ക് വരുന്നത്. അതിന്റെ അർത്ഥമെന്താന്ന് വച്ചാൽ പിന്നെ ആർക്ക് വേണമെങ്കിലും അത് ഫ്രീ ആയി ഉപയോഗിക്കാം, മാറ്റങ്ങൾ വരുത്താം, എന്തു വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എല്ലാ ഉപയോഗവും കോപ്പിയടിയല്ല. നിയമത്തിൽ ഫെയർ ഡീലിംഗ് എന്നു പറയുന്ന ചില ഇളവുകളുണ്ട്. എന്തൊക്കെയാണത്? ഇപ്പോൾ ഗവേഷണത്തിനോ പഠനത്തിനോ വേണ്ടി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സിനിമയെപ്പറ്റി റിവ്യൂ എഴുതുമ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് കാണിക്കുന്നത്, അല്ലെങ്കിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നിയമപരമായി അനുവദനീയമാണ്. ശരി, ഇത്രയും നേരം നമ്മൾ ചരിത്രവും നിയമങ്ങളും ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ കാലത്തേക്ക് വരാം. കാരണം ഇന്റർനെറ്റും പുതിയ ടെക്നോളജിയൊക്കെ വന്നതോടെ കോപ്പിറൈറ്റ് നേരിടുന്നത് വലിയ വെല്ലുവിളികളാണ്. ഒരു ഡിജിറ്റൽ യുദ്ധക്കളം എന്ന് തന്നെ പറയാം. ഇതിലെ ഏറ്റവും വലിയ തലവേദന എന്താ? ഡിജിറ്റൽ പൈറസി തന്നെ. ഇന്റർനെറ്റ് വന്നതോടെ ഒരു സിനിമയോ പാട്ടോ ഒക്കെ നിയമവിരുദ്ധമായി കോപ്പി ചെയ്ത് ഷെയർ ചെയ്യാൻ എന്തെളുപ്പമായല്ലേ? ഇനിയിപ്പോൾ പുതിയൊരു കളിക്കാരൻ കൂടി വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI. AI ഒരു ചിത്രം വരച്ചാൽ അല്ലെങ്കിൽ ഒരു പാട്ടെഴുതിയാൽ അതിന്റെ കോപ്പിറൈറ്റ് ആർക്കാണ്? AIക്കാണോ അതുണ്ടാക്കിയ ആൾക്കാണോ? ആകെ കൺഫ്യൂഷനാണ്. പിന്നെ നമ്മളെല്ലാവരും ദിവസവും ഉപയോഗിക്കുന്ന യൂട്യൂബും സ്പോട്ടിഫൈയും ഒക്കെ, അവിടെ എപ്പോഴും കോപ്പിറൈറ്റ് പ്രശ്നങ്ങളാണ്. വീഡിയോ ഇട്ടാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നത്, പാട്ടുകൾക്ക് ലൈസൻസ് എടുക്കുന്നത്, ഇതൊക്കെ വലിയ സങ്കീർണമായ വിഷയങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്: ഡിജിറ്റൽ പൈറസി, AI-യുടെ ഉടമസ്ഥാവകാശം, ലൈസൻസിംഗ് തർക്കങ്ങൾ, യൂട്യൂബിലെ കണ്ടന്റ് ID പ്രശ്നങ്ങൾ. ഇതിന്റെ എല്ലാം കാതലെന്താണെന്ന് ചോദിച്ചാൽ
ഒരു വശത്ത് എല്ലാവർക്കും എല്ലാം ഫ്രീയായി കിട്ടണമെന്ന വാദം, മറുവശത്ത് സൃഷ്ടാക്കൾക്ക് അവരുടെ സൃഷ്ടിക്ക് മുകളിൽ നിയന്ത്രണം വേണമെന്ന വാദം. ഈ രണ്ട് ആശയങ്ങളും തമ്മിലുള്ള ഒരു വടംവലിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു ബാലൻസ് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതായത് കലാകാരന്മാർക്ക് അവരുടെ അധ്വാനത്തിന് ഒരു പ്രതിഫലം കിട്ടുകയും വേണം, അതേസമയം അറിവും സംസ്കാരവും ഒക്കെ ആളുകൾക്ക് സ്വതന്ത്രമായി പങ്കുവെക്കാനും അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാനും കഴിയുകയും വേണം. ആ ഒരു ബാലൻസിലാണ് കാര്യം. ഇത് നമ്മളെ ഒരു അവസാനത്തെ ചോദ്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ AI-യുടെയൊക്കെ കാലത്ത് ഒരു കലാകാരന്റെ അവകാശവും പൊതുജനത്തിന് അറിവ് നേടാനുള്ള അവകാശവും തമ്മിലുള്ള ആ അതിർവരമ്പ് നമ്മൾ എവിടെയാണ് വരയ്ക്കേണ്ടത്? ഭാവിയിൽ ക്രിയേറ്റിവിറ്റി, ഓണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? അതൊരു വലിയ ചോദ്യമാണല്ലേ.